സാധാരണ ഒരു കൊലപാതകത്തിന് കൂടുതൽ പെടില്ല ഇത്. അത്ര ബായ്ക്കരി പോലും ഇടാൻ പറ്റാത്ത രീതിയിലാണ് എൻ്റെ ഏട്ടനെ അവർ കാണിച്ചു വെച്ചത്. അത് കണ്ടത് ഞാനും അമ്മയും അനിയനും എൻ്റെ മക്കളുമാണ്. അത്യപൂർവം തന്നെയാണ്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉൾപ്പെടെ കോടതിയിലേക്ക് എല്ലാം എത്തിച്ചു. അത് ജയരാജ് സാറിന് ഞാൻ പറഞ്ഞല്ലോ, അത് ഡിവൈഎസ്പി ടീം, അദ്ദേഹത്തിൻ്റെ ടീം നന്നായിട്ട് പ്രവർത്തിച്ചു. കോടതിയിൽ സത്യസന്ധമായ കാര്യങ്ങൾ എത്തിച്ചു. അത് അതുപോലെ തന്നെ കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പ്രോസിക്യൂട്ടർക്ക് സാധിച്ചു. പ്രോസിക്യൂട്ടറോടും അവരോടുള്ള നന്ദിയൊന്നും പറഞ്ഞ് തീരില്ല. ഈ കേസിൻ്റെ മുന്നോട്ട് പോക്കിലാണ് ഒരു ഹിറ്റ് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കി ഇത്തരത്തിൽ ആ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നത്. അതെ, ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തെളിവെല്ലാം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് തന്നെയാണ് കോടതി എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിൽ ഏറ്റവും മറ്റു പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിന്റെ കോൺസ്പിറസി ആംഗിൾ കൃത്യമായി പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കോൺസ്പിറസിയിൽ പങ്കെടുത്തവർ കൂടി വധശിക്ഷ ലഭിച്ചിരിക്കുന്നത്. താങ്കൾ അഡ്വക്കേറ്റ് കൂടിയാണല്ലോ, എങ്ങനെയാണ് ഇതേക്കുറിച്ച് താങ്കൾ? ഇതിൽ സത്യത്തിൽ ഞാൻ ഇതിൻ്റെ അഡ്വക്കേറ്റ് എന്ന നിലയിലല്ല നിൽക്കുന്നത്, രഞ്ജിത് ശ്രീനിവാസിൻ്റെ ഭാര്യ എന്ന നിലയിലാണ്. ആ ഒരു വൈകാരികമായ ഇത് മാത്രമേ എനിക്ക് ഇതിൽ കാണാൻ പറ്റുള്ളൂ. വിശദമായ കാര്യങ്ങളെല്ലാം പ്രോസിക്യൂട്ടർ പറയും. നിയമത്തിൻ്റെ ഇതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എന്തായാലും കോടതിയിൽ അത് നന്നായിട്ട് പ്രോസിക്യൂട്ടർ പ്രസൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ കോടതി അത് സ്വീകരിക്കുകയും ചെയ്തു.